കൂട്ടുകാരെ, നമ്മളെല്ലാം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളിൽ പലരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ടല്ല പാരായണം ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ, അതിൻ്റെ മനോഹരമായ ആശയങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഭക്തിയോടെ പാരായണം ചെയ്യാനും അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ആശയങ്ങളെ പകർത്താനും സാധിക്കും. ഇന്ന് നമ്മൾ സൂറത്തുൽ കൗസറിൻ്റെ ആശയമാണ് പഠിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, അങ്ങേക്ക് നാം ഹൗദുൽ കൗസർ നൽകി. ഫസല്ലി ലിറബ്ബിക വൻഹർ. അങ്ങ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ഉളുഹിയ്യത്ത് അറുത്തുകൊടുക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അങ്ങയെ ദേഷ്യം പിടിപ്പിച്ചവനാണ് തീർച്ചയായും സന്താനഭാഗ്യമില്ലാത്ത ഹതഭാഗ്യൻ. ഈ പരിശുദ്ധമായ സൂറത്ത് ഇറങ്ങുന്നതിൻ്റെ പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺകുട്ടികളിൽപ്പെട്ട ഖാസിം എന്ന കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തങ്ങൾ സന്താനഭാഗ്യമില്ലാത്തയാളാണെന്നും അതുപോലെ ഹതഭാഗ്യനാണെന്നും പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നു. അപ്പോൾ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊരു സൂറത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകളിൽ തന്നെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിലും നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക.